ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജനുവരി 24, സെയിന്റ് ഫ്രാൻസിസ് ഡി സാലസ്. ഫ്രാൻസിലെ തോറൻസ് എന്ന സ്ഥലത്ത് ജനിച്ച ഫ്രാൻസിസ് വൈദികനാകുവാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. രാജ്യാധികാരികളുള്ള കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. മാതാപിതാക്കൾ മകനെ ഒരു അഭിഭാഷകനാക്കാനും രാഷ്ട്രീയക്കാരനാക്കുവാനുമാണ് ആഗ്രഹിച്ചത്. അധികാരം സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഫ്രാൻസിസിന്റെ വിദ്യാഭ്യാസവും. പാരീസിലും പാതുവായിലുമായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം മുഴുവനും. നിയമബിരുദമെടുത്ത ശേഷം അദ്ദേഹം വീട്ടിൽ മടങ്ങിയെത്തി. സെനറ്റിൽ അഭിഭാഷകനായി അദ്ദേഹം ജോലി ആരംഭിക്കുകയും ചെയ്തു. ഇക്കാലത്താണ് അദ്ദേഹം ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ തിരിച്ചറിയുന്നത്. ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹത്തിന് ഒരു ദർശനമുണ്ടായി. സർവ്വവും ഉപേക്ഷിച്ച് എന്നെ അനുഗമിക്കുക എന്നൊരു ശബ്ദം അദ്ദേഹം കേട്ടു. പൗരോഹിത്യത്തിലേക്കുള്ള ദൈവവിളിയാണിതെന്നും തിരിച്ചറിഞ്ഞ ഫ്രാൻസിസ് പുരോഹിതനാകുവാൻ ഇറങ്ങിത്തിരിച്ചു. മാതാപിതാക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുവാൻ ഒരുപാട് ശ്രമം നടത്തി. എന്നാൽ ഫ്രാൻസിസ് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. സഹജീവികളോടുള്ള സ്നേഹവും ശാന്തതയോടെയുള്ള പെരുമാറ്റവുമായിരുന്നു ഫ്രാൻസിസിന്റെ പ്രത്യേകത. എന്നാൽ അദ്ദേഹം ഒരു വലിയ മുൻകോപിയായിരുന്നു. പലർക്കും ഇതറിയുക പോലുമില്ലായിരുന്നു. കോപത്തെ നിയന്ത്രിക്കുവാൻ അദ്ദേഹം എപ്പോഴും അധ്വാനിച്ചു. 20 കൊല്ലം കൊണ്ടാണ് അദ്ദേഹം തന്റെ മുൻകോപത്തെ നിയന്ത്രിച്ചെടുത്തത്. വിശുദ്ധിയിലേക്കുള്ള വഴി സഹനത്തിൻ്റെതാണെന്ന് അദ്ദേഹം പറയുമായിരുന്നു. അദ്ദേഹം എഴുതി, വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുവാൻ 2 കാര്യങ്ങൾ ചെയ്താൽ മതി: പ്രവൃത്തിയും സഹനവും. ഫ്രാൻസിസിന്റെ വാക്കുകളും പ്രസംഗങ്ങളും സ്വാധീനിക്കാത്തവരായി ആരുമില്ലായിരുന്നു. 35-ാം വയസ്സിൽ അദ്ദേഹം ജനീവയിലെ മെത്രാനായി. വിശുദ്ധന്റെ ചില വാക്കുകൾ: നമുക്ക് മറിയത്തിന്റെ പക്കലേക്ക് ഓടിച്ചെല്ലാം, എന്നിട്ട് ആ അമ്മയുടെ കുഞ്ഞു മക്കളായി ആ കൈകളിൽ ആത്മവിശ്വാസത്തോടെ മയങ്ങാം. നിന്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ തിരികെ കിട്ടുന്നത് ദൈവത്തെ മാത്രമല്ല, മറിച്ച് മരണാനന്തര ജീവിതം കൂടിയാണ്. സഹനമില്ലാതെ വിശുദ്ധിയില്ല. ഇങ്ങനെ ഫ്രാൻസിസിൻ്റെതായുള്ള വചനങ്ങൾ എത്ര വേണമെങ്കിലും പറയാനുണ്ട്. വിശ്വാസികളെ സ്വാധീനിക്കാൻ സാലസിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ വാക്കുകൾക്ക് സാധിച്ചിരുന്നു. ഇന്നേ ദിവസം തന്റെ കോപത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.